അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഗുഡ് മോർണിംഗ് ആയിട്ടുള്ളൂ. നമ്മൾ അബ്രോഡ് ആയതുകൊണ്ട് നാട്ടിലിപ്പോൾ ഉച്ചയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആദ്യമേ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ലോകം മൊത്തം കേൾക്കാൻ സോഷ്യൽ മീഡിയയാണ് നല്ലത്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിനാണ് ഇപ്പം ഞാൻ നടക്കുന്ന കാര്യങ്ങളാണ് ഇട്ടിരുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ജോലിയുടേതായതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്തായാലും ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മളെ ചാനലിൽ എന്താ പറയുക, വ്യൂവേഴ്സിനെ കൂട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടൊരു വീഡിയോ അല്ല. കാര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് നമ്മുടെ എന്താ പറയുക അധികാരികളോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ എന്താ പറയുക ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നടപ്പിലാക്കുമോ അത് അറിയില്ല. കാര്യം ഹൈക്കോടതിയിൽ പോവാം, സുപ്രീം കോടതിയിൽ പോവാം, എല്ലാ വിധിയും കഴിഞ്ഞിട്ട് ഇതാക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ ഈ ഒരു ജുഡീഷ്യറി, അതായത് നമ്മളുടെ ഈ നിയമം മാറ്റാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട് കുഴുപ്പള്ളി, എറണാകുളം വൈപ്പിൻ കുഴുപ്പള്ളി തൊട്ടടുത്ത് തന്നെയുള്ള പറവൂര്, നമ്മളുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പറവൂർ ചേന്നാങ്കലത്ത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാണ് ഋതു കൊല്ലപ്പെടുത്തിയത്. ഇവനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് പറയാണ്ട് ഞാനിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ കസ്റ്റഡിയിൽ കൊണ്ടുവരും, നേരെ എന്താ പറയുക 90 ദിവസം റിമാൻഡ് ചെയ്യും. അവൻ്റെ അച്ഛനമ്മയും വക്കീലിനെ നോക്കും. ഇതിന് ഇപ്പം നമ്മൾ നാട്ടുകാർ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇതേ അവസ്ഥകൾ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു ന്യൂസ് കണ്ട്, തിരുവനന്തപുരത്ത് ഒരു യുവതിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞ് എന്താണ്, നമ്മളൊരു ചിക്കൻ കട ചെന്നിട്ട് ചേട്ടാ 2 കിലോ ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കോഴിയെ പിടിക്കുന്നു, കൊന്ന്. ആ ഒരു ലാഘവത്തോടു കൂടിയാണ് മനുഷ്യനെ കൊല്ലണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന കൺട്രി എന്ന് വെച്ചാൽ ബഹ്റിനിലാണ്. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈംസ് വളരെ കുറവാണ്, ഗൾഫ് കൺട്രിയിലും ഒക്കെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടുത്തെ നിയമങ്ങളെ ഭയമാണ്. ഒരു ട്രാഫിക്കിൻ്റെ ഒരു നിയമം തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ലംഘിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. അത് നല്ല എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ പരമാവധി എല്ലാവരും തെറ്റിക്കില്ല. കാരണം എന്താണ്, നമ്മൾ ജോലി എടുക്കുന്ന പൈസ പോവും, പേടി. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത് ലോകം മൊത്തം കാണുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഇതിനെതിരെ എനിക്ക് എന്ത് വിമർശനം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കെതിരെ കേസെടുക്കും, എനിക്കൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കിത് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? നമ്മളുടെ ഭരണകൂടം, കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ട്. ഇത് ഇവരൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എത്ര കൊലപാതകം, ഇന്നും ഒരു കൊലപാതകം നടന്ന്. ഓരോ മനുഷ്യജീവനല്ലേ പോണത്, ഓരോ വീടിൻ്റെ അത്താണികളാണ് ആ പോണത്. ജയിലിൽ കൊണ്ടിട്ട് ഉമ്മാരെന്ത് ചെയ്യും? ഇപ്പം ഗ്രീഷ്മനെ കൊണ്ട് ജയിലിട്ടിട്ടുണ്ട്, നല്ല ഫുഡും എല്ലാം കൊടുത്ത് താക്കും. എന്നിട്ട് തൂക്കിക്കൊല്ലോ, അതും സംശയമാണ്. വിധിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, അതും താഴെത്തട്ടിലെ കോടതി. ആ ജഡ്ജിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, വളരെ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതേപോലെ ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയിലെ ജഡ്ജിയും അതേപോലെ വിധിക്കണമെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതേപോലെ ഇപ്പം ഈ കൊലപ്പെടുത്തിയേക്കുന്ന ഈ ഋതു, ഇവനെ ഇനി പുറത്ത് വിടരുത്. പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഥവാ ഒരു നിയമം ഇതിലെന്തെങ്കിലും ഒരു കണിക വെച്ചിട്ട് അവനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പ്രതികരിക്കണം. കൊന്നുകളയണം, അവനെയൊക്കെ തല്ലി തന്നെ കൊന്നുകളയണം. മനസ്സിലായില്ലേ? കാര്യം അവനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള അവസ്ഥകൾ വരും. ഇങ്ങനെയുള്ളവന്മാരാ ഉടനടി കേസ് സബ്മിറ്റ് ചെയ്ത്, കുറ്റപത്രം സമർപ്പിച്ച് കേസ് സബ്മിറ്റ് ചെയ്തിട്ട് ഉടനടി ശിക്ഷ നടപ്പിലാക്കണം. അല്ലാതെ കാത്തിടരുത്. 15 വർഷം 10 വർഷം ജയിലിൽ കൊണ്ടിടരുത്. ആ നിയമം മാറ്റണം. ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇന്ന സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നിയമം നടപ്പിലാക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ. ഇത് വളരെ ലാഘവത്തോടെ എടുക്കണം നമ്മുടെ ഭരണകൂടം. ഇല്ലെങ്കിൽ ഓരോ വീടുകളിലുള്ള അത്താണികൾ പോവും. അധികാരികൾ ഇത് കാണണം, അവരെ കണ്ണ് തുറക്കണം. പ്രധാനമന്ത്രി ഇത് കാണണം, മുഖ്യമന്ത്രി ഇത് കാണണം. നിങ്ങൾ ഇതിന് മാത്രം നിങ്ങൾ പ്രതികരിക്കാത്തത് എന്തിനാണ്? പിന്നെ കോടതി, നിയമങ്ങൾ എന്തിനാണ്?
നാട്ടുകാർ ചോദിക്കണം, ഞങ്ങളുടെ ജീവന്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവന് ഒരാൾക്കും ഒരു സുരക്ഷയില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്ത്. കേരളത്തിൽ മാത്രം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മളുടെയൊക്കെ ജീവന് ഒരു സുരക്ഷയില്ല. മനസ്സിലായില്ലേ? ഞങ്ങളെപ്പോലുള്ള എന്താണ് പ്രവാസികൾ, ഞങ്ങളുടെ വീട്ടുകാരവിടെയാണ്. ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ജോലി ചെയ്യും? ഞങ്ങളിവിടെ നിന്ന് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളിവിടെ സുരക്ഷിതരാണ് എല്ലാ കാര്യത്തിനും. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർ എന്ത് സുരക്ഷിതമാവും? എന്തുറപ്പിൽ ഞങ്ങളിവിടെ ഇരിക്കും? ഇന്ത്യ എന്ന മഹാരാജ്യം എന്ത് സുരക്ഷിതമാണ് ജനങ്ങൾക്ക് വരുത്തുന്നത്? ഇത് ചോദിക്കാൻ പേടിയാണ്, പ്രതികരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ്? നാളെ നമുക്കെതിരെ കേസ് വരുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അധികാരികൾ ഇത് കാണണം. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം നിങ്ങൾ ചർച്ച ചെയ്യണം. ജുഡീഷ്യറി മാറ്റണം. ഉടനടി ഇങ്ങനെ പോലുള്ള ക്രിമിനലുകൾക്ക് ഉടനടി നിങ്ങൾ എന്താ പറയുക, ശിക്ഷ നടപ്പിലാക്കണം. കാത്തു കെട്ടി കിടക്കരുത്. ഇത് എന്നെപ്പോലെ തന്നെ എല്ലാവരും മനസ്സിലുള്ള കാര്യമാണിത്. പറയാത്തത് പേടിച്ചിട്ടാണ്. തെറ്റ് ചെയ്യണവരെ നിങ്ങൾ ശിക്ഷിക്കൂ. ഇതിനെതിരെ നല്ല ശക്തമായ നിലപാട് അധികാരികൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ. ഇവനെതിരെ നമ്മൾ ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇനി ഇതേപോലെ വന്നവന്മാർ ഒന്ന് ചിന്തിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെതിരെ ഭരണകൂടം എന്താ പറയുക, എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണം. അവന് ഉടനടി ശിക്ഷ നടപ്പിലാക്കണം. തൂക്കിക്കൊല്ലണം അവനാ. അതാണ് ഞങ്ങളുടെ നിലപാട്. നമ്മളെ ഭരണകൂടം ആ ഒരു നിലപാട് എടുക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എടുക്കുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയും തൂക്കിക്കൊല്ലും. അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആ വിധി തന്നെ പ്രഖ്യാപിക്കുമെന്ന ഇതോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അത് നിരുത്സാഹപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തോട് ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ എന്താ പറയുക, വിഷമത്തിലാക്കരുത്. ഞങ്ങൾക്കൊരു സുരക്ഷ വേണം എന്ന് ഞങ്ങൾ പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയുകയാണ്. ഇതല്ലാതെ വേറെ പറയാനൊരു നിവൃത്തിയില്ല.